പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അർദ്ധരാത്രിക്ക് മുൻപ് സാമ്പത്തികമായ പുരോഗതിയിലേക്കൊരു പുതിയ കാൽവെപ്പ് നടത്താൻ ഒരു അവസരം ലഭിക്കുകയാണ് കുറച്ച് നക്ഷത്ര ജാതകർക്ക്. അതോടൊപ്പം ഇവരെ കാത്തിരിക്കുന്ന ഒരു വലിയ സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ വളരെ വിശദമായിട്ട് ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കാതെ ഇരിക്കുക. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം. ആദ്യം തന്നെ മേടക്കൂറിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച്. ധനപരമായിട്ട് സർവ ഐശ്വര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്നൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ധനത്തെ സംബന്ധിച്ചിട്ടുള്ള കലഹങ്ങളും എല്ലാം വിട്ടൊഴിയും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചില അനുകൂല നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗവൺമെൻറ് ജീവനക്കാർക്ക് ചില ആനുകൂല്യങ്ങളും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. വാഹന അപകടത്തിനു ശേഷം ചികിത്സയിൽ കഴിയുന്നവർക്ക് ആരോഗ്യസ്ഥിതി തിരിച്ചു കിട്ടുന്ന സാഹചര്യങ്ങളും കാണുന്നുണ്ട്. കാലാവസ്ഥയുടെ ബുദ്ധിമുട്ട് മൂലം മൂത്രാശയബന്ധിയായിട്ടുള്ള അസുഖങ്ങൾ അനുഭവപ്പെടും. വാതബന്ധിയായ അസുഖങ്ങൾക്ക് ഒരു ആശ്വാസവും ലഭിക്കും. ദാമ്പത്യ ക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും. വിവാഹബന്ധിയായ കാര്യങ്ങൾ തടസ്സങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ബുദ്ധിപരമായ വൈകല്യം ഉള്ളവരെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ശത്രുക്കളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾ തമ്മിലുള്ള കലഹം മാറിത്തുടങ്ങും. തൊഴിൽ രംഗം മെച്ചമല്ല. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സാഹചര്യം ഒരുങ്ങിക്കിട്ടും. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ. രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും. മനസ്വസ്ഥത കുറയും. ഇനി എന്ത് എന്ന ആശങ്ക മനസ്സിനെ അലട്ടാൻ സാധ്യതയുണ്ട്. ഒരു കാര്യവുമില്ലാതെ വെറുതെ തെക്ക് വടക്ക് നടന്നവർക്ക് പുതിയൊരു തൊഴിൽ സാധ്യത ലഭിക്കും. ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. ഇന്നേ ദിവസം വിദേശത്തു നിന്ന് സന്താനങ്ങൾ വക ഒരു സന്തോഷ വാർത്ത കേൾക്കാനോ ഇല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് തീർക്കുന്നതിന് അവരുടെ ഭാഗത്തു നിന്നൊരു സഹായം ലഭിക്കാനോ സാധ്യതകൾ കൂടുതലാണ്. വിവാഹ മോചന കേസുകളിൽ ഒത്തുതീർപ്പ് ചർച്ച വിജയിക്കും. ഉദരവ്യാധി, വായുകോപം, ഹൃദയബന്ധിയായ അസുഖങ്ങൾ ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും. സൽക്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കും. ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. വിദേശത്ത് പഠനത്തിനായും ജോലിക്കായിട്ടും ശ്രമിക്കാം. സഹോദരങ്ങളുമായിട്ടുള്ള അകൽച്ച കുറഞ്ഞു തുടങ്ങും. ഭൂമിയുടെ കച്ചവടം ലാഭത്തിൽ എത്തിച്ചേരും. ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാൻ അവസരമുണ്ട്. ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇടവക്കൂറുകാർ ശ്രദ്ധിക്കുക. ഇനി മിഥുനക്കൂറിലെ മകയിരം 3, 4 പാദങ്ങൾ. തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വീട്ടിൽ സ്വസ്ഥമായ അന്തരീക്ഷം വർദ്ധിക്കും. വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വരെ വരാം. പലവിധ സന്തോഷ അനുഭവങ്ങളും ഉണ്ടാകും. ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭ്യമാകും. കലഹഭയം എപ്പോഴും ഉണ്ടാകും. ശത്രുക്കളിൽ നിന്ന് അകന്നു നിൽക്കാൻ പ്രത്യേകം ശ്രമിക്കണം. ഭാര്യാഭർത്തൃ കലഹങ്ങൾ കൂടുതലാകും. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ഈശ്വരഭജനത്തിന് ഉള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ധനലാഭ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം പ്രതീക്ഷിക്കാം.
ചില ബന്ധുജനങ്ങളുമായിട്ട് കലഹിച്ചവർക്ക് അത് പറഞ്ഞു തീർക്കാനും അവസരങ്ങളുണ്ട്. സന്താന ഉൽപാദനത്തിനുള്ള ചികിത്സകൾ ഫലം കാണും. പലവിധ രോഗാരിഷ്ടതകളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. കമിതാക്കളുടെ ആഗ്രഹം സഫലമാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നല്ല സമയമാണ്. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുര സുന്ദരി മന്ത്രം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കർക്കിടകക്കൂറിൽ പിറന്ന പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ശത്രുക്കളിൽ നിന്നുള്ള ശല്യം കുറഞ്ഞു തുടങ്ങും. ചില സന്തോഷ വാർത്തകൾ ഇന്നേ ദിവസം അറിയാൻ സാധിക്കും. സഹോദരങ്ങളുമായിട്ട് ഒരുമിച്ച് നിൽക്കാനും നല്ല അവസരങ്ങൾ പങ്കുവെക്കാനും അവസരം ഉണ്ട്. ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള ആശങ്കകളൊക്കെ മാറിവരും. രോഗാരിഷ്ടതകൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. ആയുർഭീതി വിട്ടൊഴിയും. ത്വക്കുരോഗം ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. ചില പ്രതീക്ഷകളും ഉണ്ടാകും. സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനാക്കാൻ പ്രയാസം ഉണ്ടാകില്ല. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് അധികാരം പ്രയോഗിക്കാൻ അവസരമുണ്ട്. പുതിയ വീടിനായിട്ടും ഈ സമയത്ത് ശ്രമം തുടങ്ങാം. കർക്കിടകക്കൂറിൽ പിറന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ നിവേദ്യസഹിതം ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിജീവിക്കാൻ സാധിക്കും. സുഖകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങും. വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും നേട്ടങ്ങൾ ഉണ്ടാകും. വാതബന്ധിയായ രോഗങ്ങൾ ഒഴിവായി തുടങ്ങും. നേത്രരോഗം ഒന്ന് ശ്രദ്ധിക്കുക. ദുർജനങ്ങളുമായിട്ട് സഹകരിക്കേണ്ടതായിട്ട് വരും. വീട്ടിൽ സമ്മിശ്ര ഫലമായിരിക്കും. ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും ഉള്ള കലഹങ്ങൾ കൂടുതലാകാതെ സൂക്ഷിക്കണം. കടങ്ങൾ തീർക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. വരും ദിവസങ്ങളിൽ കാര്യസാധ്യങ്ങളും ഉണ്ടാകും. മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും. ആജ്ഞാസിദ്ധി പ്രകടമാക്കേണ്ടതായിട്ട് വരും. സ്ഥാനമാനങ്ങൾ ലഭിക്കും. ദാമ്പത്യ ക്ലേശങ്ങൾ വിട്ടൊഴിയും. വിവാഹ ആലോചനകൾക്കുള്ള തടസ്സങ്ങൾ മാറിത്തുടങ്ങും. സഹായികളുമായിട്ട് ബന്ധപ്പെട്ട് അപവാദം കേൾക്കേണ്ടതായിട്ട് വരും. സഹോദര ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ചെയ്യേണ്ടത് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കന്നിക്കൂറിൽ പിറന്ന ഉത്രം നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവർക്ക് ആദിത്യൻ്റെയും കുജൻ്റെയും അനുഗ്രഹം ഉണ്ട്. അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നതും വളരെ ഗുണം ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇരട്ടി ധനലാഭം നേടാൻ വരും ദിവസങ്ങളിൽ കന്നിക്കൂറിൽ പിറന്ന 3 നക്ഷത്ര ജാതകർക്കും സാധിക്കും. ധനത്തെ ചൊല്ലിയുള്ള കലഹങ്ങൾ ഈ സമയത്ത് കുറയും. കാര്യസാധ്യങ്ങളും രോഗശാന്തിയും പ്രതീക്ഷിക്കാം. അലങ്കാര സാധനങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കാൻ ഒരു ഭാഗ്യം കാണുന്നുണ്ട്. സന്താനങ്ങളിൽ നിന്ന് മാതാപിതാക്കൾക്കൊരു സാമ്പത്തിക നേട്ടം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അവരുടെ കാര്യത്തിൽ വലിയ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും മാതാപിതാക്കൾക്ക് ലഭിക്കുക. ആദിവ്യാധികൾ കുറഞ്ഞു തുടങ്ങും. ബന്ധനാവസ്ഥയിൽ നിന്ന് വരെ മോചനം ലഭിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട്. കുടുംബാംഗങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും കുറച്ച് അഭിവൃദ്ധിയുടെ കാലഘട്ടമാണ് ഇനി വരുന്നത്. ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാം. വരും ദിവസങ്ങളിൽ സഹോദരങ്ങളുമായിട്ട് ചേർന്ന് ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ഇവർക്ക് സാധിക്കും. ഗൃഹനിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾ വിജയിക്കും. ഗൃഹനിർമ്മാണത്തിന് ചില സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാനും സാധ്യത കൂടുതലാണ്. പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും. ജീവിത പങ്കാളിയുടെ രോഗാവസ്ഥയിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്.
കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം വിഷ്ണുവിന് ഷഡാക്ഷര സുദർശന മന്ത്ര പുഷ്പാഞ്ജലിയും പാൽപായസ നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.